ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. ഇന്ന് നമ്മളുടെ 41ാമത്തെ ദിവസമാണ് അല്ലേ. അപ്പം ഇന്ന് നമുക്ക് ജോഗ്രഫിയും അതുപോലെ തന്നെ മലയാളത്തിലുള്ള ബോധനശാസ്ത്രവുമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് 2 സബ്ജക്റ്റ് മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബാക്കി കുറച്ച് പാട്ടേ ഉള്ളൂ. പിന്നെ ഈ ജോഗ്രഫി 2 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതോടുകൂടിയിട്ട് നമ്മളുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ എല്ലാ സബ്ജക്റ്റും കഴിഞ്ഞു. പിന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും കുറച്ച് വൊക്കാബുലറീസ് മാത്രമേ നമുക്കിനി പഠിക്കാനുള്ളൂ. ബാക്കി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 41 ദിവസമായപ്പോൾ തന്നെ നമ്മൾ ഫുള്ള് പുസ്തകം വായിച്ച് തീർത്തു അല്ലേ. ഇനി പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇതാണ്. അപ്പം ഓരോ ദിവസം ഒന്നുകിൽ ആ പാഠഭാഗം വായിച്ചിട്ട് വരിക, വായിച്ച് വന്നതിന് ശേഷം ഓഡിയോ ക്ലാസ് എടുത്തിട്ട് വെച്ചിട്ട് കേട്ട് റിവിഷൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ 2 or 3 തവണ ഒരു വീഡിയോ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ എനിക്ക് പഠിക്കണില്ല, ഞാൻ പഠിക്കാൻ കഴിയണില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ എക്സാം ഹാളിൽ നിന്ന് കാണുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സാം എഴുതി നോക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ അബോധ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉത്തരം ഇതാണെന്നുള്ളൊരു തോന്നലെങ്കിലും ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓഡിയോ ക്ലാസ് നല്ല ഉപകാരപ്രദമാവും. കാരണം എനിക്ക് ഒരുപാട് സന്ദർഭത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടി അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ കേട്ട് പഠിച്ചു എന്ന് വെച്ചിട്ട് അതൊരു പഠനം തന്നെയാണ്. നമ്മൾ പുസ്തകത്തിൻ്റെ മുന്നിലിരുന്നിട്ട് വായിച്ചാൽ മാത്രമേ പഠനമാവുള്ളൂ എന്ന് ചിന്തിക്കുന്നവരോട് മാത്രം പറയുന്നതാണ് കേട്ടോ. അപ്പം മാക്സിമം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏത് രീതിയിലും നമ്മളുടെ ഏത് ഇന്ദ്രിയം കൊണ്ട് പഠിച്ചാലും അത് പഠനം തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. റിവിഷൻ മസ്റ്റാണ്, അപ്പോൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഉള്ള സമയത്ത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, CA അതുപോലെ തന്നെ സൈക്കോളജി നന്നായിട്ട് ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി കുറച്ച് നമ്മൾ മാർക്ക് നോക്കി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം മാക്സിമം എക്സാംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എക്സാംസ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ആൻസേഴ്സ് ഏതാണ് കിട്ടാത്തത് ഏതാണ്, ആ കിട്ടാത്ത ആൻസർ കണ്ടെത്തിയിട്ട് അത് എഴുതി വെക്കാൻ സമയമുള്ളവരാണെങ്കിൽ എഴുതി വെക്കുക. അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ആ ആൻസറിലൂടെ ഒന്ന് കടന്നു പോവുക. നിങ്ങൾ വായിച്ചിട്ടെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ മാത്സ് ചെയ്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിനൊരു കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മണ്ണിനങ്ങൾ നോക്കാം കേട്ടോ. ഇന്ന് മണ്ണിനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മണ്ണിനങ്ങൾ. ഫാദർ ഓഫ് ഇന്ത്യൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി JW ലെതർ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി JW ലെതർ. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ് ആണ്. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? പെഡോജെനിസിസ് എന്നാണ്. മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം പെഡോളജിയാണ്. ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മണ്ണിനങ്ങളെ താഴെ പറയുന്നവയിൽ വർഗീകരിച്ചിരിക്കുന്നു. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചുവന്നതും മഞ്ഞ നിറത്തിലുമുള്ള മണ്ണ്, ചെങ്കൽ മണ്ണ്, വരണ്ട മണ്ണ്, ലവണമണ്ണ്, പീറ്റ് മണ്ണ്, വനമണ്ണ്, പർവ്വതമണ്ണ് ഇത്രയാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് എക്കൽ മണ്ണ് നോക്കാം. നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 42% കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചാലും അത് എക്കൽ മണ്ണ് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. പഞ്ചാബ്, ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന ഇനം മണ്ണിനാണ് എക്കൽ മണ്ണ്. നദികളിലും അരുവികളും വഹിച്ചു കൊണ്ടുവരുന്ന നിക്ഷേപിക്കപ്പെട്ട മണ്ണാണിത്. ഉപദ്വീപീയ മേഖലയിലെ കിഴക്കൻ തീരത്തും നദീ താഴ്വരകളിലും ഇവ കാണപ്പെടുന്നു. എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ. ലോവർ ഗംഗ, ബ്രഹ്മപുത്ര താഴ്വരയിലെ മണ്ണ് ചണം കൃഷിക്ക് അനുയോജ്യമാണ്. എക്കൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു പൊട്ടാഷ് ആണ്. എക്കൽ മണ്ണിന്റെ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ധാതു നൈട്രജൻ ആണ്. നെൽകൃഷിക്ക് യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ്. അടുത്തതായിട്ട് കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ജലസംഭരണ ശേഷി കൂടിയ മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ്. കറുത്ത പരുത്തി മണ്ണിന് രൂപം കൊള്ളുന്നത് ബസാൾട്ട് ശിലയിൽ നിന്നാണ്. ചെർണോസം എന്ന പേരിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഇനി കൃഷ്ണ ഗോദാവരി നദികളുടെ ഉയർന്ന ഭാഗങ്ങൾ, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കറുത്ത മണ്ണ് വളരെ ആഴത്തിൽ കാണപ്പെടുന്നു. റിഗർ മണ്ണ് എന്നും കറുത്ത പരുത്തി മണ്ണ് എന്നും വിളിക്കുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കറുത്ത പരുത്തി മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് പരുത്തി, നിലകടല, അതുപോലെ തന്നെ ഗോതമ്പ്, ജോവർ, കരിമ്പ് എന്നിവ. ചുവന്ന മണ്ണും മഞ്ഞ മണ്ണും. ഡെക്കാൻ പീഠഭൂമിയിൽ കിഴക്കൻ ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ
പരലീകൃത ആഗ്നേയശിലയിൽ നിന്നും രൂപപ്പെടുന്ന മണ്ണിനമാണ് ചുവന്ന മണ്ണ്. മധ്യഗംഗ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ഛത്തീസ്ഗഡ്, ഒഡീഷയുടെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും മഞ്ഞയും ചുവപ്പും മണ്ണിനങ്ങൾ കാണപ്പെടുന്നു. ഒംനിബസ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മണ്ണിനമാണ് ചുവന്ന മണ്ണ്. ഇരുമ്പിന്റെ സാന്നിധ്യം മൂലമാണ് ഈ മണ്ണിനത്തിന് ചുവപ്പ് നിറമുണ്ടാകുന്നത്. ഹൈഡ്രേറ്റ് രൂപം ആർജിക്കുമ്പോൾ ഈ മണ്ണ് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. ചെമ്മണ്ണ് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, മാൾവ പീഠഭൂമി, കർണാടകയുടെ ഭാഗങ്ങൾ, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ. ചെമ്മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് റാഗി, പുകയില, നിലക്കടല, ഉരുളക്കിഴങ്ങ്, പച്ചക്കറികൾ. ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണ് മറ്റൊരു പേര് ലാറ്ററൈറ്റ് മണ്ണെന്നാണ്. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ്. മഴക്കാലവും വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥാ പ്രദേശത്ത് രൂപം കൊള്ളുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് അയൺ ഓക്സൈഡ് ആണ്. ചെങ്കൽ മണ്ണിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന വിളകളാണ് തേയില, കാപ്പി, റബ്ബർ, കശുമാവ്, തെങ്ങ്. ചെങ്കൽ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രദേശങ്ങൾ കേരളം, ഗോവ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, പശ്ചിമ പൂർവ്വഘട്ടങ്ങൾ, മാൾവ പീഠഭൂമി. ഉയർന്ന മഴയും ഊഷ്മാവും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ലാറ്ററൈസേഷൻ പ്രക്രിയയിലൂടെയാണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നത്. മൺസൂൺ മഴയുടെ സ്വാധീനത്താൽ രൂപം കൊള്ളുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. വരണ്ട മണ്ണ് നോക്കാം. ചുവപ്പ് മുതൽ തവിട്ട് നിറം വരെയുള്ള നിറമാണ് ഈ മണ്ണിന്. വരണ്ട ഭൂപ്രകൃതിയുള്ള പടിഞ്ഞാറൻ രാജസ്ഥാനിലാണ് ഈ മണ്ണ് കൂടുതലായിട്ട് രൂപപ്പെടുന്നത്. ജൈവാംശവും ജൈവ പദാർത്ഥവും ഈ മണ്ണിൽ വളരെ കുറവാണ്. ലവണമണ്ണ്. ഈ മണ്ണിനെ ഊഷര മണ്ണ് എന്നും വിളിക്കുന്നു. ജലലഭ്യത കുറവും വരണ്ട കാലാവസ്ഥയിലുള്ളതിനാൽ പൊതുവെ ഈ മണ്ണിൽ ഉപ്പിന്റെ അംശം കൂടുതലാണ്. പടിഞ്ഞാറൻ ഗുജറാത്ത്, റാൻ ഓഫ് കച്ച് പ്രദേശത്ത്, കിഴക്കൻ തീരപ്രദേശത്തെ ഡെൽറ്റകൾ, പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ എന്നീ പ്രദേശങ്ങളിൽ ഈ മണ്ണ് വ്യാപകമായി കാണപ്പെടുന്നു. പീറ്റ് മണ്ണ്. ഉയർന്ന മഴയും കൂടുതൽ ഈർപ്പവുമുള്ള സ്ഥലങ്ങളിലാണ് ഈ മണ്ണ് കണ്ടുവരുന്നത്. ജൈവാംശവും ജൈവ പദാർത്ഥങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ മണ്ണ്. 40 മുതൽ 50% വരെ ജൈവ പദാർത്ഥങ്ങൾ ഈ മണ്ണിൽ കാണപ്പെടുന്നു. ബീഹാറിലെ വടക്ക് ഭാഗങ്ങൾ, ഉത്തരാഖണ്ഡിലെ തെക്കൻ ഭാഗങ്ങൾ, പശ്ചിമ ബംഗാളിലെ തീരപ്രദേശങ്ങൾ, ഒഡീഷ, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഈ മണ്ണ് വ്യാപകമായി കാണപ്പെടുന്നു. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായ മണ്ണിനമാണ് പീറ്റ് മണ്ണ്. വനമണ്ണ് നോക്കാം. നന്നായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണാണിത്. പർവ്വത പരിസ്ഥിതിയെ ആശ്രയിച്ച് ഈ മണ്ണിന്റെ ഘടനയിലും തരി വലിപ്പത്തിലും വ്യത്യാസമുണ്ടാകുന്നു. മഞ്ഞുമൂടിയ ഹിമാലയം അനാവരണ പ്രക്രിയക്ക് വിധേയമാകുന്നതിനാൽ ഈ മണ്ണിന് അമ്ലാംശം കൂടുതലും ജൈവാംശം കുറവുമാണ്. താഴ്വരകളിലെ ഈ മണ്ണിനും ഫലഭൂയിഷ്ഠതയുള്ളവയാണ്. പർവ്വത മണ്ണ്. ഉത്തര പർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയം എന്നിവിടങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് പർവ്വത മണ്ണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണ് കറുത്ത നിറത്തിലോ തവിട്ടു നിറത്തിലോ കാണപ്പെടുന്നു. തേയില, കാപ്പി, ആപ്രിക്കോട്ട്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ കൂടുതലായി ഈ മണ്ണിൽ കൃഷി ചെയ്യുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്, ഭോപ്പാൽ 1988. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കർണാൽ, ഹരിയാന 1969. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. കേരളത്തിലെ മണ്ണിനങ്ങൾ. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ലാറ്ററൈറ്റ് മണ്ണ്, ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, നദീതട എക്കൽ മണ്ണ്, ഓണാട്ടുകര എക്കൽ മണ്ണ്, കുട്ടനാട് എക്കൽ മണ്ണ്, സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ്, കരിമണ്ണ്, റിഗർ എന്നും അറിയപ്പെടുന്നുണ്ട്. വനമണ്ണ്. കേരളത്തിലെ മണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പാണ്. കേരളത്തിലെ മണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പാണ്. ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ 65% അധികം കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ലാറ്ററൈറ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് റബ്ബർ, കശുമാവ്, കുരുമുളക്, കാപ്പി എന്നിവ. ചെമ്മണ്ണ്. കേരളത്തിൽ ചെമ്മണ്ണ് പൊതുവെ കാണപ്പെടുന്നത് തിരുവനന്തപുരത്തിന്റെ തെക്കുഭാഗത്താണ്. ചെമ്മണ്ണിന് ചുവന്ന നിറം ലഭിക്കാനുള്ള കാരണം അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ്. കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന കുന്നിൻ ചെരുവുകളിലാണ്. കേരളത്തിൽ ചെമ്മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ നാളികേരം, മരച്ചീനി, അടയ്ക്ക മുതലായവയാണ്. തീരദേശ എക്കൽ മണ്ണ്. തീരദേശ എക്കൽ മണ്ണ് കാണപ്പെടുന്ന തീരപ്രദേശങ്ങൾ. തീരദേശ എക്കൽ മണ്ണിൽ പ്രത്യേകതകൾ ജലത്തെ നിലനിർത്താനുള്ള കഴിവും ഫലപുഷ്ടതയും ആണ്. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനമാണ് നദീതട എക്കൽ മണ്ണ്. നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല കൊല്ലമാണ്. നദീതട എക്കൽ മണ്ണിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകതകൾ ഫലപുഷ്ടതയും ജലത്തെ താങ്ങി നിർത്താനുള്ള കഴിവുമാണ്. നദീതട എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ നെല്ല്, മരച്ചീനി, അടയ്ക്ക. ഓണാട്ടുകര എക്കൽ മണ്ണ്. ഓണാട്ടുകര എക്കൽ മണ്ണ് പ്രധാനമായും കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി, ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകൾ എന്നിവിടങ്ങളിലാണ്. ഓണാട്ടുകര എക്കൽ മണ്ണ് രൂപം കൊള്ളുന്നതിന് കാരണം കടൽ വസ്തുക്കളുടെ നിക്ഷേപണം. ഓണാട്ടുകര എക്കൽ മണ്ണിന്റെ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് നാളികേരം, നെല്ല്, മരച്ചീനി. സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ്. സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ എറണാകുളം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ. ഇത്തരം മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള നെല്ലാണ്. ഹൈഡ്രോമോർഫിക് മണ്ണിനത്തിന് ഉദാഹരണങ്ങളാണ് പൊക്കാളി മണ്ണ്, എറണാകുളം, കൈപ്പാട് മണ്ണ്, കണ്ണൂർ. കരിമണ്ണ്, കറുത്ത മണ്ണ്. കേരളത്തിൽ കരിമണ്ണ് പ്രധാനമായും കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ്. അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് ഇന്ന് കാണുന്ന മണ്ണ് രൂപം കൊണ്ടിട്ടുള്ളത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ
ത്തിലധികം വർഷങ്ങൾ വേണ്ടിവരും. മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് പെഡോജെനിസിസ്. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: കാലാവസ്ഥ, തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിന്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും. ഭൂപ്രകൃതി: ചെങ്കുത്തായ ചെരുവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും. സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു. മാതൃശില: മണ്ണിലെ ധാതുക്കളും മണ്ണിന്റെ ഘടനയും അവ ഏത് ശിലയിൽ നിന്നും രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. സമയം: മണ്ണിന്റെ കനവും ഘടനയും അത് രൂപം കൊള്ളാനെടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും. വനമണ്ണ്: കേരളത്തിൽ വനമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ഇടുക്കി, പാലക്കാട്, വയനാട് എന്നിവിടങ്ങളിലാണ് വനമണ്ണ് കാണപ്പെടുന്നത്. കേരളത്തിലെ വനമണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ റബ്ബർ, തേയില, കുരുമുളക്, കാപ്പി, ഏലം. കേരളത്തിൽ തെക്ക് ഭാഗത്ത് ചൈന ക്ലോ പ്രദേശം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരത്തിനും കുണ്ടറയ്ക്കും ഇടയിലുള്ള പ്രദേശങ്ങളാണ്. കേരളത്തിന്റെ വടക്ക് ഭാഗത്തെ ചൈന ക്ലേ പ്രദേശം എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ കുന്നപ്പുറം, മാടായി, ചെറുത്താഴ, കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരവും മഞ്ചേശ്വരവുമാണ്. SCRT ക്വസ്റ്റ്യൻ പോൾ നോക്കാം. ഉത്തരപർവ്വത മേഖലയിൽ മുഖ്യമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? പർവ്വത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതെന്ന് തെരഞ്ഞെടുത്ത് എഴുതുക. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങളാണ് കറുത്ത പരുത്തി മണ്ണും അതുപോലെ തന്നെ ചെമ്മണ്ണും. ഇനി ഗതാഗത മാർഗ്ഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗതാഗത മാർഗ്ഗങ്ങൾ: കരഗതാഗതത്തിൽ റോഡ്, റെയിൽവേ, പൈപ്പ് ലൈൻ എന്നിവയാണുള്ളത്. ജലഗതാഗതത്തിൽ ഉൾനാടൻ ഗതാഗതവും സമുദ്ര ഗതാഗതവും ഉണ്ട്. വ്യോമഗതാഗതത്തിൽ ദേശീയവും അന്തർദേശീയവും ഉണ്ട്. അപ്പോൾ റോഡ് ഗതാഗതം നോക്കാം. അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് റോഡ് ശൃംഖലയുടെ ദൈർഘ്യത്തിൽ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. 2021-2022 കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റോഡ് ശൃംഖല 63.72 ലക്ഷം കിലോമീറ്ററാണ്. ഇന്ത്യയിലെ റോഡ് ശൃംഖലയിലെ വികസനം, നവീകരണം, നിലവാരം ഉയർത്തൽ തുടങ്ങി വിവിധ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഉന്നത സ്ഥാപനം കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയമാണ്. റോഡ് നിർമ്മാണ, അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ റോഡുകളെ 4 തരംതിരിച്ചിരിക്കുന്നു. ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ എന്നിങ്ങനെ. ദേശീയപാതകൾ നോക്കാം. ഇന്ത്യയിലെ അന്തർ സംസ്ഥാന ചരക്ക് യാത്രാ ഗതാഗതത്തിന് ജീവരേഖ എന്നറിയപ്പെടുന്ന റോഡ് ശൃംഖലയാണ് ദേശീയപാതകൾ. ദേശീയപാതകളെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ആണ്. ശ്രീനഗർ ടു കന്യാകുമാരി വരെയുള്ളത്. ചനാനി നെഷ്രി ടണലൊക്കെ ഇതിലാണ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത NH 966B ആണ്. കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ. നിലവിൽ ഇന്ത്യയിൽ 599 ദേശീയപാതകളുണ്ട്. ഇന്ത്യയിൽ മറ്റു ദേശീയപാതകളുടെ ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാതയാണ് ആൻഡമാൻ ട്രങ്ക് റോഡ്. NH4. ആൻഡമാൻ ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് പോർട്ട് ബ്ലെയറിനെയും മായാസുന്ദറിനെയുമാണ്. ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നത് ആൻഡമാൻ ട്രങ്ക് റോഡാണ്. നിലവിലെ ഹൈവേകളുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ചർ ധാം ഹൈവേ പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ലോങ് വാക്ക്: ഇന്ത്യയിലെ ആദ്യ ദേശീയപാതയായി കണക്കാക്കപ്പെടുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ഷേർഷാ സൂരിയാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ ആദ്യകാല നാമങ്ങൾ ഷാഹി റോഡ്, രാജകീയ റോഡ്, സഡക് ഇ അസം. കൽക്കട്ട മുതൽ പെഷഹാർ വരെയാണ് സഡക് ഇ അസം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നത് ലോങ് വാക്കാണ്. നിലവിലെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊൽക്കത്ത മുതൽ അമൃത്സർ വരെയാണ്. കൊൽക്കത്ത അമൃത്സർ റോഡിനെ ഇപ്പോൾ 2 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. NH1 അമൃത്സർ മുതൽ ഡൽഹി വരെയും NH2 ഡൽഹി മുതൽ കൊൽക്കത്ത വരെയുമാണ്. ഇന്ത്യ വിഭജനത്തിന്റെ 70-ാം വാർഷികത്തിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് പ്രോജക്റ്റ് എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ച രാജ്യം യുണൈറ്റഡ് കിങ്ഡമാണ്. ഇനി അടുത്തതായിട്ട് സംസ്ഥാനങ്ങളിൽ NH എണ്ണം കൂടുതലുള്ളതാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ NH എണ്ണം കൂടുതലുള്ളത് മഹാരാഷ്ട്രയിൽ 102 എണ്ണമാണ്. NH എണ്ണം കുറവാണെങ്കിൽ മേഘാലയയിലാണ്, അത് 5 എണ്ണമാണ്. NH കൂടുതലുള്ളത് മഹാരാഷ്ട്രയിൽ തന്നെയാണ്. സംസ്ഥാനങ്ങളിൽ ഇനി നീളം കൂടുതലാണ് കേട്ടോ. നീളം കൂടുതൽ മഹാരാഷ്ട്രയിലാണ്, നീളം കുറവ് ഗോവയിലാണ്. അപ്പം എണ്ണം കൂടുതൽ മഹാരാഷ്ട്രയിലാണ്, നീളം കൂടുതൽ മഹാരാഷ്ട്രയിൽ തന്നെയാണ്. NHന്റെ എണ്ണം കുറവ് മേഘാലയയിലാണ്, നീളം കുറവ് ഗോവയിലുമാണ്. കേന്ദ്രഭരണ പ്രദേശത്തിലെ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതലുള്ളത്, 13 എണ്ണമാണുള്ളത്. ഛത്തീസ്ഗഡ്, ആൻഡമാൻ നിക്കോബാറിലാണ് എണ്ണം കുറവുള്ളത്. ഇനി നീളം കൂടുതലുള്ളതാണെങ്കിൽ അത് ലഡാക്കിലാണ്, ചണ്ഡീഗഡിലാണ് നീളം കുറവുള്ളത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന പ്രമുഖ ദേശീയ പാതകളാണ്. പുതിയ പേരും പഴയ പേരും ആകെ നീളവും കേരളത്തിലൂടെ കടന്നു പോകുന്ന ദൂരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കേരളത്തെ ബന്ധിപ്പിക്കുന്നത്. അതൊരു പട്ടികയിലാണ്, നമുക്കൊന്ന് വായിക്കാം. NH66, NH17 എന്നതാണ് പഴയ പേര്. NH47, NH204. അതുപോലെ ആകെ നീളം വരുന്നത് 1640.66 ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദൂരം 677.77 ആണ്. പനവേൽ ടു കന്യാകുമാരി വരെയാണ് കേരളത്തിൽ ബന്ധിപ്പിക്കുന്ന തലപ്പാടി ടു കളിയിക്കാവിള. ഇനി NH85 ആണ്. NH49, NH230 എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് പഴയ കാലത്ത്. ആകെ നീളം 392.8 ആണ്. 167.60 ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദൂരം. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി, ഡൊണ്ടി പോയിന്റ് ആണ്.
ബോഡിമേട് ഗുണ്ടന്നൂരിനെയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. ഇനി NH 183, NH 220, NH 45 എന്നിങ്ങനെ അറിയപ്പെടുന്നു. 350 നീളം. പിന്നെ കേരളത്തിലൂടെ കടന്നു പോകുന്നത് 216 ഡിണ്ടിഗൽ കൊട്ടാരക്കര കുമളിയാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി NH 544 സേലം ടു എറണാകുളം വരെയാണ്. വാളയാർ ടു ഇടപ്പള്ളിയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. പിന്നെ NH 766 NH 744 തിരുമംഗലം ടു കൊല്ലം വരെയാണ്. കൊല്ലം കഴുത്തിരുത്തി വരെയാണ് കേരളത്തിൽ ബന്ധിപ്പിക്കുന്നത്. ഇനി അടുത്തത് NH 766 കോഴിക്കോട് കൊല്ലകലാണ്. കോഴിക്കോട് മുത്തങ്ങ കർണാടക ബോർഡറിലാണ്. ഇനി 966 ഫറോക്ക് ടു പാലക്കാട് വരെയാണ്. ഫറോക്ക് പാലക്കാടാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി NH 966A ആണ് കളമശ്ശേരി ടു വല്ലാർപാടം. കളമശ്ശേരി വല്ലാർപാടമാണ്. NH 966B ആണ് കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ദ്വീപാണ്. NH 185 അടിമാലി കുമിളിയാണ്. NH 183 ഭരണിക്കാവ് വണ്ടിപ്പെരിയാർ ടൈറ്റാനിയം ജംഗ്ഷൻ പത്തനംതിട്ട ടു വണ്ടിപ്പെരിയാറാണ്. തലപ്പാടി ഇടപ്പള്ളി വരെയുണ്ടാകുന്ന NH 70 ഭാഗവും ഇടപ്പള്ളി കളിയിക്കാവിള വരെയുണ്ടായിരുന്ന NH 47 ഭാഗവും നിലവിൽ NH 66 ഭാഗമാണ്. നിലവിലെ NH 183A ഭരണിക്കാവിൽ നിന്നും കൊല്ലം ടൈറ്റാനിയം ജംഗ്ഷൻ വരെ നീട്ടിയിട്ടുണ്ട്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം 11. റോഡ് സാന്ദ്രത കൂടിയ സംസ്ഥാനം കേരളമാണ്. അടുത്തത് കറന്റ് ഫാക്റ്റ് ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ 6 ലൈൻ ട്വിൻ ട്യൂബ് ടണൽ നിലവിൽ വന്നത് കുതിരാൻ തുരങ്കം ഉൾപ്പെടുന്ന വടക്കാഞ്ചേരി മുതൽ തൃശ്ശൂർ വരെയുള്ള 6 വരി പാതയിലാണ്. 28 കിലോമീറ്റർ നീളമുള്ള ഇത് നിർമ്മിച്ചിരിക്കുന്നത് NH 544 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ എലവേറ്റഡ് ഹൈവേ ബന്ധിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കഴക്കൂട്ടം ജംഗ്ഷനെയും ടെക്നോപാർക്ക് ജംഗ്ഷനെയും. ഈ 4 വരി പാത 3 കിലോമീറ്റർ നീളത്തിൽ NH 66 ഭാഗമാണ്. ഇന്ത്യയിലെ ദേശീയ പാതകളുടെ നിർമ്മാണവും സംരക്ഷണവും നിർമ്മിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഉന്നത സ്ഥാപനം NHAI ആണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. NHAI-യുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. NHDPയുടെ ഭാഗമായി നിലവിൽ വന്ന പദ്ധതികൾ വടക്ക് തെക്ക് ഇടനാഴി, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി, എക്സ്പ്രസ് വേ, 6 വരി പാതകൾ. ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലെ റോഡുകളിലെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ബോർഡ് ആൻഡ് ബോർഡ്സ് ഓർഗനൈസേഷൻ BROയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. BRO ഏറ്റെടുത്ത ആദ്യ ഉദ്യമമാണ് പ്രോജക്റ്റ് ബീക്കൺ ആണ്. ജമ്മു കാശ്മീരിലെ ദേശീയപാതയുടെ വികസനത്തിനായി BRO നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രോജക്റ്റ് ബീക്കൺ. ഇന്ത്യയിലെ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ദേശീയപാത വികസന പദ്ധതിയാണ് ഭരത്മാല പരിയോജന. റോഡ് ഓവർ ബ്രിഡ്ജസ് അല്ലെങ്കിൽ റോഡ് അണ്ടർ ബ്രിഡ്ജസ് എന്നിവയിലൂടെ എല്ലാ ദേശീയപാതകളിലും റെയിൽവേ ക്രോസിംഗിൽ നിന്നും മുക്തമാക്കാൻ നിലവിൽ വന്ന പദ്ധതിയാണ് സേതു ഭാരതം പദ്ധതി. കേദാർനാഥ്, ബദ്രിനാഥ്, യമുനോത്രി, ഗംഗോത്രി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചാർ ധാം തീർത്ഥാടനം സുഗമമാക്കാൻ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് ചാർ ധാം പരിയോജന. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. ദേശീയപാതകളിൽ വാഹനാപകടം നടന്നാൽ അറിയുവാനും സഹായം തേടുവാനുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1033. നോർത്ത് സൗത്ത് ഇടനാഴി ബന്ധിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് കന്യാകുമാരി ടു ശ്രീനഗർ 4076 കിലോമീറ്റർ. കടന്നു പോകുന്ന പ്രധാന നഗരങ്ങൾ ശ്രീനഗർ, ഉധംപൂർ, ജമ്മു, ജലന്ധർ, അംബാല, ഡൽഹി, ആഗ്ര, ഗോളിയോർ, ഝാൻസി, നാഗ്പൂർ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, സേലം, മധുരൈ, കന്യാകുമാരി. അസമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ പോർബന്ദറിനെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി. കടന്നു പോകുന്ന പ്രധാന നഗരങ്ങൾ പോർബന്ദർ, രാജ്കോട്ട്, ഉദയ്പൂർ, കോട്ട, ശിവപുരി, ഝാൻസി, ലക്നൗ, ഖൊരഗ്പൂർ, അയോധ്യ, ദർഭംഗ, ഗുവാഹത്തി, സിൽച്ചാർ. ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി പദ്ധതിയും നോർത്ത് സൗത്ത് ഇടനാഴി പദ്ധതിയും സംഗമിക്കുന്ന സ്ഥലം ഝാൻസി, ഉത്തർപ്രദേശ്. BS6 വാഹന എഞ്ചിനിൽ നിന്നും ബഹിർഗമിക്കുന്ന മലിനീകരണ വായുവിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനമാണ് ഭാരത് സ്റ്റേറ്റ് എമിഷൻ സ്റ്റാൻഡേർഡ്. BS6 ഇന്ത്യയിൽ നിലവിൽ വന്നത് 2020 ഏപ്രിൽ 1 BS6 ഇന്ത്യയിൽ നിലവിൽ വന്നത് BS4 ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ഏപ്രിൽ 1 രണ്ടും ഏപ്രിൽ 1 ഒന്ന് 17 ഒന്ന് 20 എക്സ്പ്രസ് പാതകൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള റോഡുകളാണ് എക്സ്പ്രസ് വേകൾ. 6 മുതൽ 8 വരെ നിയന്ത്രിത ആക്സസ് റോഡ് ശൃംഖലയുള്ള ഹൈവേകളാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാത മുംബൈ പൂനെ എക്സ്പ്രസ് പാതയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് മുംബൈ ടു പൂനെ എക്സ്പ്രസ് പാതയാണ്, യശ്വന്ത് റാവു ചവാൻ എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ആദ്യത്തെ അതിവേഗ ആക്സസ് ടോൾ എക്സ്പ്രസ് വേ ആണ് മുംബൈ പൂനെ എക്സ്പ്രസ് വേ. കറന്റ് ഫാക്ട് 2022 ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത എക്സ്പ്രസ് വേ ആണ് ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ആദ്യത്തെ 14 വരി എക്സ്പ്രസ് വേ ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ ആണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്ന എക്സ്പ്രസ് വേ ആണ് ചമ്പൽ എക്സ്പ്രസ് വേ. അഹമ്മദാബാദ് മുതൽ വഡോദര വരെ ബന്ധിപ്പിക്കുന്ന ദേശീയ എക്സ്പ്രസ് വേ 1ന്റെ മറ്റൊരു പേരാണ് മഹാത്മാഗാന്ധി എക്സ്പ്രസ് വേ.
വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആനിമൽ ബ്രിഡ്ജ് നിലവിൽ വന്നത് ഡൽഹി മുംബൈ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേയിലാണ്. ഇന്ത്യ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് ഹൈവേ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ. നോയിഡ മുതൽ ആഗ്ര വരെ ബന്ധിപ്പിക്കുന്ന യമുന എക്സ്പ്രസ് വേയുടെ മറ്റൊരു പേരാണ് താജ് എക്സ്പ്രസ് വേ. ബനിഹാൾ കാസിഗുണ്ട് തുരങ്കപാത ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെയും കാശ്മീരിനെയുമാണ്. ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ആണ് ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേ. നാഷണൽ ഹൈവേസ് കണക്റ്റിംഗ് പ്ലേസസ്. NH44 ആണെങ്കിൽ ശ്രീനഗർ ടു കന്യാകുമാരി വരെയാണ്. NH27 ആണെങ്കിൽ പോർബന്ദർ ഇൻ ഗുജറാത്ത് ടു സിലിച്ചാർ ഇൻ അസം. NH48 ഡൽഹി ടു ചെന്നൈ. NH50 സാങ്പൂർ പഞ്ചാബ് ടു അങ്കോള കർണാടക. NH30 സീതാർഗഞ്ച് ഇൻ ഉത്തരാഖണ്ഡ് ടു കൊണ്ടാപ്പള്ളി ഇൻ ആന്ധ്രാപ്രദേശ്. NH6 ജോറാബാത്ത് ഇൻ അസം ആൻഡ് ടെർമിനേറ്റ്സ് അറ്റ് സൊഖാവ്ദർ ഇൻ മിസോറാം. NH53 ഹാജിറ ഇൻ ഗുജറാത്ത് ആൻഡ് പ്രദീപ് പോർട്ട് ഇൻ ഒഡീഷ. NH16 ഈസ്റ്റ് കോസ്റ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ ടു ചെന്നൈ ഇൻ തമിഴ്നാടു. NH66 പനവേൽ ആൻഡ് ടെർമിനേറ്റ്സ് അറ്റ് കന്യാകുമാരി. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർസിറ്റി ഇലക്ട്രിക് ബസ് സർവീസ് പ്രവർത്തനം ആരംഭിച്ചത് മുംബൈ പൂനെ. ഇന്ത്യയിലെ ആദ്യ ലോങ് ഡിസ്റ്റൻസ് CNG ബസ് നിലവിൽ വന്ന നഗരം ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി യൂണിഫൈഡ് വെഹിക്കിൾ രജിസ്ട്രേഷൻ കാർഡ് ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. ഗ്രാമപ്രദേശങ്ങളിലെ ഗർഭിണികൾക്ക് സൗജന്യ വാഹന സംവിധാനമായ ദീദി വെഹിക്കിൾ ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബസ് സർവീസ് നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. പഞ്ചാബിലെ ദേശീയപാതയായ 703 നിലവിൽ വരുന്നത് ശ്രീ ഗുരു നാനാക്ക് ദേവ്ജി മാർഗ്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് പുറത്തിറക്കിയ സ്ഥലം പൂനെയാണ്. ജവഹർ തുരങ്കം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ. ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ റോഡ് നിർമ്മിച്ചത് സൂറത്ത്, ഗുജറാത്ത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 19,300 അടി ഉയരത്തിലാണ്. ഉംലിംഗ്ല ചുരത്തിലാണ്. പ്രധാനപ്പെട്ട എക്സ്പ്രസ് വേകൾ: യമുന എക്സ്പ്രസ് വേ ഉത്തർപ്രദേശ്, അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് വേ ഗുജറാത്ത്, മുംബൈ പൂനെ എക്സ്പ്രസ് വേ മഹാരാഷ്ട്ര, ദുർഗാപൂർ എക്സ്പ്രസ് പശ്ചിമ ബംഗാൾ, ഡൽഹി ഗുരുഗ്രാം എക്സ്പ്രസ് വേ ഡൽഹി ഹരിയാന, ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ ഡൽഹി ഉത്തർപ്രദേശ്, ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേ ഹരിയാന, ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ ഉത്തർപ്രദേശ്. ചെനാനി നെഷ്രി ടണൽ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലാണ് ചെനാനി നെഷ്രി ടണൽ. ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന ഈ ടണലിന്റെ മറ്റൊരു പേര് പട്നി ടോപ്പ് ടണൽ എന്നാണ്. ഏകദേശം 9.2 കിലോമീറ്റർ നീളമുള്ള ഈ ടണൽ ജമ്മു, ശ്രീനഗർ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഈ ടണലിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH44 ആണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1200 മീറ്റർ ഉയരത്തിലാണ് ചെനാനി നെഷ്രി ടണൽ സ്ഥിതി ചെയ്യുന്നത്. 2020 ഒക്ടോബറിൽ 3 ഉദ്ഘാടനം ചെയ്യപ്പെട്ട അടൽ ടണൽ ഹിമാചൽ പ്രദേശിലെ റോഹ്താങ്ങിൽ സ്ഥിതി ചെയ്യുന്നു. അടൽ ടണൽ 9.02 കിലോമീറ്റർ ദൈർഘ്യമുള്ള അടൽ ടണൽ മണാലി മുതൽ സ്പിതി വരെ ബന്ധിപ്പിക്കുന്നു. അടൽ ടണലിന്റെ ഭാഗമായി പ്രവർത്തിച്ച ബോർഡൻ റാഡ്സ് ഓർഗനൈസേഷന്റെ ചീഫ് എഞ്ചിനീയറായ മലയാളിയാണ് KP പുരുഷോത്തമൻ. കറന്റ് ഫാക്ട്: 2022 ഫെബ്രുവരിയിൽ സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കം എന്ന വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം ലഭിച്ച ടണൽ അടൽ ടണലാണ്. സുവർണ ചതുഷ്കോണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റാണ് സുവർണ ചതുഷ്കോണം. DKMC എന്ന് പഠിച്ചു വെക്കുക. അതിൽ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. DKMC എന്നീ മഹാനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹൈവേ പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം. സുവർണ ചതുഷ്കോണം പ്രോജക്റ്റിന് തറക്കല്ലിട്ടത് 1999.
സുവർണ ചതുഷ്കോണം പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തത് അടൽ ബിഹാരി വാജ്പേയി ആണ്. ഇലക്ട്രിക് സ്പെഷ്യൽ ഇന്ത്യയിൽ ആദ്യമായി ഇ ടാക്സി സംവിധാനം നിലവിൽ വന്ന നഗരം നാഗ്പൂരാണ്. ഇലക്ട്രിക് ബസ് ഓടി തുടങ്ങിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിതമായ നഗരം നാഗ്പൂർ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പ്ലാസ നിലവിൽ വന്നത് ന്യൂഡൽഹി. 2018 ബൈക്ക് ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഗോവയാണ്. പൈലറ്റ്സ് എന്ന ഇരുചക്ര ടാക്സി നിലവിലുള്ള സംസ്ഥാനം ഗോവ. ഇന്ത്യയിൽ ആദ്യമായി സ്കൈബസ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഗോവയാണ്. അപ്ലിക്കേഷൻസ് വാഹന രജിസ്ട്രേഷൻ, പെർമിറ്റ്, ടാക്സേഷൻ, ഫിറ്റ്നസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഈ ട്രാൻസ്പോർട്ട് മിഷൻ പ്രോജക്റ്റിന്റെ ഭാഗമായ അപ്ലിക്കേഷനാണ് ഹരിത് പാത്ത്. ഇന്ത്യയിലെ ദേശീയ പാതകൾ ഹരിതാഭമാക്കാൻ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാരഥി. ഡ്രൈവിംഗ് ലൈസൻസിന്റെയും അനുബന്ധ സേവനങ്ങളുടെയും കമ്പ്യൂട്ടർവൽക്കരണം നടപ്പിലാക്കുന്നതിനായിട്ട് നിലവിൽ വന്ന ആപ്ലിക്കേഷനാണ് ഇ ചലാന്. ട്രാൻസ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർ, ട്രാഫിക് പോലീസർമാർ എന്നിവർക്കായിട്ട് പ്രത്യേകം ഇറക്കിയ ആൻഡ്രോയിഡ് അധിഷ്ഠിത മൊബൈൽ ആപ്പാണ് വാഹൻ സാരഥി. എന്നീ ആപ്ലിക്കേഷനുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഇ ചലാൻ ആപ്പ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ ഓൺലൈൻ സേവനങ്ങളും ഉൾപ്പെട്ടതാണ്. പരിവാഹൻ ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവ ഇലക്ട്രോണിക് രേഖകളായി സൂക്ഷിക്കാൻ കഴിയുന്നു. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രാൻസ്പോർട്ട് ബസ് സർവീസ് നടത്തിയ നഗരം ബാംഗ്ലൂരാണ്. ഇന്ത്യയിൽ ആദ്യമായി CNG ബസ് ഓടിയ നഗരം ഡൽഹിയാണ്. CNG ആണെങ്കിൽ ഡൽഹിയിലാണ്, എന്നാൽ ഇലക്ട്രിക് ട്രാൻസ്പോർട്ട് ബസ് ആണെങ്കിൽ അത് ബാംഗ്ലൂരിലാണെന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യമായി ട്രാഫിക് സിഗ്നൽസിലും സിഗ്നൽ ബോർഡിലും പുരുഷന്മാരുടെ ചിത്രത്തിന് പകരം സ്ത്രീകളുടെ ചിത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ച നഗരം മുംബൈയാണ്. ക്യൂൻ നെക്ലേസ്. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന പാതയാണ് രാജ്പഥ്. ഇവിടെയാണ് റിപ്പബ്ലിക് ദിന പരേഡുകൾ നടക്കുന്നത്. കിങ്സ് വേ എന്നറിയപ്പെടുന്ന രാജ്പഥിന്റെ പുതിയ പേരാണ് കർത്തവ്യപഥ്. ക്യൂൻസ് വേ എന്നറിയപ്പെടുന്നത് ജൻപഥാണ്. ന്യൂഡൽഹി രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ല്യൂട്ടിൻസ് ആണ്. ക്യൂൻസ് നെക്ലേസ് എന്നറിയപ്പെടുന്ന പാത സുഭാഷ് ചന്ദ്രബോസ് റോഡാണ്, മുംബൈ മറൈൻ ഡ്രൈവിൽ. ഇനി സംസ്ഥാന പാതകളാണ്. ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തെ സംസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് സംസ്ഥാന പാതകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാന പാതകൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2021 സെപ്റ്റംബർ 15 മുതൽ നിലവിൽ വന്ന ഇന്ത്യയിലെ ഏകീകൃത വാഹന രജിസ്ട്രേഷൻ പദ്ധതി ഭാരത് സീരീസ് രജിസ്ട്രേഷനാണ്. വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിം പരിശോധിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സുതാര്യം. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി ഏറ്റവും കൂടുതൽ പാതകളുള്ളത്. രാജ്യത്ത് ആകെ റോഡ് ശൃംഖലയുടെ 4 സംസ്ഥാന പാതകളാണ്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന PMGSY. ഗ്രാമങ്ങളിലെ റോഡുകൾ യാത്രാ സൗകര്യം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന ഡിസംബർ 2025 വന്നിട്ടുള്ളത്. കേന്ദ്ര നഗര വികസന മന്ത്രാലയമാണ് PMGSY പദ്ധതി നിയന്ത്രിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പാതകൾ ജില്ലാ ആസ്ഥാനത്തെ ജില്ലകളുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ പാതകൾ. രാജ്യത്തെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 15% ജില്ലാ റോഡുകളാണ്. ഗ്രാമീണ റോഡുകൾ ഇന്ത്യയിലെ നിലവിലെ 80% റോഡുകളും ഗ്രാമീണ റോഡുകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യയിലെ വിദൂര പ്രദേശങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന ഈ റോഡുകളുടെ സാന്ദ്രത അതാത് പ്രദേശങ്ങളുടെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചാണ്. മറ്റു റോഡുകൾ, അന്താരാഷ്ട്ര റോഡുകൾ, അതിർത്തി റോഡുകൾ എന്നിവയാണ് മറ്റു റോഡുകൾ വിഭാഗത്തിൽ പെടുന്നത്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശത്തുള്ള റോഡുകളാണ് അതിർത്തി റോഡുകൾ. അയൽരാജ്യങ്ങളുമായി പങ്കിടുന്ന ദേശീയ പാതകളാണ് അന്താരാഷ്ട്ര റോഡുകൾ എന്ന് പറയുന്നത്. പാലങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലം പാമ്പൻ പാലം, രാമേശ്വരം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം രാജീവ് ഗാന്ധി സീലിംഗ് ആണ്, ബാന്ദ്ര വർലി സീലിംഗ്. മഹാരാഷ്ട്രയിലെ സ്ഥിതി ചെയ്യുന്ന രാജീവ് ഗാന്ധി സീലിംഗിന്റെ നീളം 5.6 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഭൂപേൻ ഹസാരിക പാലം 9.15 കിലോമീറ്റർ ആണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അസമിനെയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഭൂപേൻ ഹസാരിക പാലം ധോള, സാദിയ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഗാന്ധി സേതു, ഗംഗാ സേതു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പാലമാണ് മഹാത്മാ ഗാന്ധി സേതു. സുദാമ പാലം സ്ഥിതി ചെയ്യുന്ന നദി ഗോമതിയാണ്. വിവേകാനന്ദ പാലം, നിവേദിത പാലം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഹൗറ പാലമാണ്. രവീന്ദ്ര സേതുവാണ് ഏറ്റവും വലിയ തൂക്കുപാലം. ഹൗറ പാലം. ബാലി ബ്രിഡ്ജ്, വെല്ലിംഗ്ടൺ ബ്രിഡ്ജ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പാലമാണ് വിവേകാനന്ദ സേതു. അടൽ സേതു കേബിൾ പാലം നിലവിൽ വന്നത് സംസ്ഥാനം ഗോവ, മണ്ഡോവി നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത യോഗ്യമായ തൂക്കുപാലമാണ് ഡൊബ്ര ചന്ദി, ഉത്തരാഖണ്ഡ്. തഹരി തടാകത്തിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഈ പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ
ഏറ്റവും നീളം കൂടിയ സിംഗിൾ ലൈൻ തൂക്കുപാലമാണ്. ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് ഫോർ സസ്പെൻഷൻ ബ്രിഡ്ജ് നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഋഷികേശിൽ ഗംഗാ നദിക്ക് കുറുകെയാണ്. കറന്റ് ഫാക്ട്: 2022 ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരം നൽകിയ ഇന്ത്യയിലെ ആദ്യ കേബിൾ കം സസ്പെൻഷൻ ബ്രിഡ്ജ് വരുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന. കൃഷ്ണ നദിക്ക് കുറുകെയുള്ള ഈ പാലം ലോകത്തിലെ രണ്ടാമത്തെ കേബിൾ കം സസ്പെൻഷൻ ബ്രിഡ്ജാണ്. റെയിൽ പാലങ്ങൾ: ഇന്ത്യയിലെ ആദ്യ റെയിൽ പാലമാണ് ഡപ്പോരി വിയാഡക്ട് താനെ ക്രിക്കിന് മുകളിലാണ്. നിർമ്മാണത്തിലിരിക്കുന്ന ചിനാബ് പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം. നദി അടിത്തട്ടിൽ നിന്നും 359 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന ചിനാബ് പാലം ഏകദേശം നീളം 1315 മീറ്ററാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒറ്റ കമാനം ഉള്ള റെയിൽവേ പാലമാണിത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പ്രോജക്റ്റിന്റെ ഭാഗമായാണ് ചിനാബ് റെയിൽ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽപാതമാണ് വേമ്പനാട്ട് പാലം. ഇടപ്പള്ളി മുതൽ വല്ലാർപാടം വരെയാണ് വേമ്പനാട്ട് പാലം ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലത്തൂണാണ്. നിലവിൽ വരുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് പാലം ബോഗിബീൽ പാലമാണ്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് പാലം ബോഗിബീൽ പാലമാണ്. 4.94 കിലോമീറ്റർ നീളമുള്ള ബോഗിബീൽ പാലം ഏഷ്യയിലെ നീളം കൂടിയ രണ്ടാമത്തെ റെയിൽ റോഡ് പാലമാണ്. ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലം അസം സംസ്ഥാനത്തിലെ ദിബ്രുഗഡ്, മേർജി എന്നീ ജില്ലകളെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ജോഗ്രഫിയിൽ നിന്നും ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ മലയാളത്തിലെ ബോധനശാസ്ത്രമാണ് കേട്ടോ. സൈക്കോളജിയിലെ ബോധനശാസ്ത്രമല്ല, മലയാളത്തിൽ നമുക്ക് പഠിക്കാൻ 2 മാർക്കിന് ബോധനശാസ്ത്രമുണ്ട്. അപ്പോൾ അതിലെ ബോധനശാസ്ത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അന്ന് മലയാളത്തിലെ ബോധനശാസ്ത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. മലയാളത്തിലെ ബോധനശാസ്ത്രപരം എന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നുള്ള ഫുൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളിന്ന് നോക്കും. അപ്പം ആദ്യമായിട്ട് അതിൽ പഠിക്കാനുള്ളത് ഉദ്ഗ്രഥിത സമീപനം എന്താണെന്നാണ്. ഉദ്ഗ്രഥിത സമീപനം ഭാഷാശാസ്ത്രം, ഗണിതം, സംഗീതം, പ്രവൃത്തി പരിചയം, കലാപഠനം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഏതെങ്കിലും ഒരു ആശയത്തെ മുൻനിർത്തി പ്രകൃത്യാനുകൂലമായി പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്ന പഠനരീതിയാണ് ഉദ്ഗ്രഥിത പഠനം എന്ന് പറയുന്നത്. പഠനം പ്രൈമറി ക്ലാസ്സുകളിൽ വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നില്ല. പുതിയ സമീപനം അനുസരിച്ച് 1-2 ക്ലാസ്സുകളിൽ ഉദ്ഗ്രഥിത സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിഷയാധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതി ഇല്ലാത്തത് ഉദ്ഗ്രഥിത പഠനം. കുട്ടികൾ ഉണ്ടായിരിക്കേണ്ട പഠന നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പഠന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തി എന്നറിയേണ്ട ആവശ്യമാണ്. അതിനുവേണ്ടി നടത്തുന്നതാണ് വിലയിരുത്തൽ. പഠന നേട്ടങ്ങളുടെ സവിശേഷതകൾ, അറിവ്, ശേഷികൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നത്, നിരീക്ഷിക്കാവുന്നതും അളക്കാൻ കഴിയാവുന്നതും ഹ്രസ്വവും ദീർഘവുമായ കാലയളവിൽ നേടുന്നവ. ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ: കേരളത്തിൽ ത്രിഭാഷാ പദ്ധതികളിൽ അംഗീകരിച്ചിരിക്കുന്ന ഭാഷകൾ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയാണ്. കേരളത്തിലെ ത്രിഭാഷാ പഠന പദ്ധതിയിൽ 1ാം സ്ഥാനം നൽകിയിരിക്കുന്ന ഭാഷ മാതൃഭാഷയായ മലയാളത്തിനാണ്. കേരളത്തിലെ സ്കൂളുകളിൽ 2ാം ഭാഷയായി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ലോക സമ്പർക്ക ഭാഷ എന്ന അടിസ്ഥാനത്തിൽ. ഇനി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഹിന്ദി 3ാം ഭാഷയായി അംഗീകരിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഹിന്ദി ദേശീയ ഭാഷയായതിനാൽ. ഭാഷയുടെ പേരെന്ന നിലയിൽ മലയാളം എന്ന പദം ഉപയോഗിച്ചു തുടങ്ങിയത് എഴുത്തച്ഛന് ശേഷമാണ്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമായും പഠിപ്പിക്കണമെന്ന് അനുശാസിക്കുന്നത് 2017 മലയാള ഭാഷാ പഠന ആക്ടിലാണ്. 2017 ഭാഷാ പഠന ആക്ട്. മലയാള ഭാഷ നാട് എന്നർത്ഥം ഉള്ള ആളം എന്ന പദം മല എന്ന അർത്ഥം ചേർന്നതാണ് മലയാളം എന്നെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എഴുത്തച്ഛന് ശേഷമാണ് ഭാഷാസൂചകമായി മലയാളം എന്ന പദം ഉപയോഗിച്ചു തുടങ്ങിയത്. മലയാളത്തിൻ്റെ പ്രാധാന്യം: ഒരു കുട്ടി ആദ്യം സ്വായത്തമാക്കുന്ന ഭാഷ മാതൃഭാഷയാണ്. കേരളീയരുടെ മാതൃഭാഷ മലയാളമാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്നു പാടിയ കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ പാടിയിട്ടുള്ളതാണ് ഇത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഇനി ഭാഷാ പഠനം സംബന്ധമായ സിദ്ധാന്തങ്ങൾ നോക്കാം. എല്ലാ പഠനങ്ങളും നടക്കുന്നത് പ്രേരണ പ്രതികരണ ബന്ധം വഴിയാണ് എന്ന് പറഞ്ഞത് ചേഷ്ടവാദമാണ്. എല്ലാ പഠനങ്ങളും നടക്കുന്നത് പ്രേരണ പ്രതികരണ ബന്ധം വഴിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിക്കുന്നത് സ്കിന്നറാണ്. ഭാഷയ്ക്ക് ഘടനാപരമായ സവിശേഷതകളുണ്ട് എന്ന് പറഞ്ഞത് ഘടനാവാദത്തിലാണ്. വാക്യത്തെ രൂപിമങ്ങളെ സ്വനിമങ്ങളായും വിശേഷിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞത് ബ്ലൂംഫീൽഡാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അനുഭവമാണ് എല്ലാ അറിവിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞത് അനുഭവജ്ഞാനവാദം. ജനിക്കുമ്പോൾ കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റിന് തുല്യമാണെന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. രചനാന്തര പ്രച്ഛന്ന വ്യാകരണം അഥവാ സർവ്വഭാഷാ വ്യാകരണം
ആശയമാണ് നോം ചോംസ്കി. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ അവതാരകനാണ് മാർക്സ് വെർത്തീമർ. ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയകളിലൂടെ കുഞ്ഞുങ്ങൾ ഭാഷ പഠിച്ചെടുക്കുന്നത് ഇങ്ങനെ പറഞ്ഞത് സ്കിന്നറാണ്. ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞത് സ്കിന്നറാണ്. തന്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിലൂടെയും മാതൃകയിലൂടെയുമാണ് കുട്ടികൾ ആശയങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞത് ആൽബർട്ട് ബന്ദൂരയാണ്. അപ്പം നിരീക്ഷിക്കുന്നത് വന്നാൽ ബന്ദൂരയാണെന്ന് ഓർത്തുവെക്കുക. സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൽ കുട്ടി നേടിയ അറിവിന്റെ അടിത്തറയിൽ പുതിയ ആശയങ്ങളും ധാരണയും സ്വയം രൂപപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞത് ജെറോം എസ് ബ്രൂണറാണ്. അപ്പോൾ ബ്രൂണറാണ് കുട്ടി നേടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ആശയങ്ങളും ധാരണകളും സ്വയം രൂപപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞത്. കണ്ടെത്തൽ പഠനം ആരാണ്? ബ്രൂണറാണ് അല്ലേ. അപ്പം ഇതിന്റെ ഒരാശയം എന്ന് പറഞ്ഞത് ആശയങ്ങളും ധാരണയും സ്വയം രൂപപ്പെടുത്തുക, അപ്പോൾ സ്വയം കണ്ടെത്തുക, അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ബ്രൂണറാണെന്ന് കിട്ടും. ഇനി ഭാഷ പഠിക്കുന്നത് ആവശ്യമായ ജന്മസിദ്ധമായ സംവിധാനം മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞത് നോം ചോംസ്കിയാണ്. സമീപസ്ഥ വികാസ മണ്ഡലം ഓരോ പഠിതാവിനും നിലവിലുള്ള കഴിവ് ഉപയോഗിച്ച് സ്വപ്രയത്നത്തിൽ എത്തിച്ചേരുന്ന ഒരു നിലയും മറ്റുള്ളവരുടെ സഹായത്തിൽ എത്തിച്ചേരാവുന്ന ഒരു നിലയുമുണ്ട്. ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലമാണ് സമീപസ്ഥ വികസന മണ്ഡലം. കൈത്താങ് തനിയെ നിന്ന് പ്രവർത്തിക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് നൽകുന്ന സഹായമാണ് കൈത്താങ്. സഹവർത്തിത പഠനം അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവ് പങ്കുവയ്ക്കുന്നത് സഹവർത്തിത പഠനമാണ്. അധ്യാപകനും കുട്ടികളും അധികാരം പങ്കുവയ്ക്കുന്നത് സഹവർത്തിത പഠനം. കുട്ടികളുടെയും പഠനത്തെ ബന്ധിപ്പിക്കുന്ന കണ്ണി അധ്യാപകനാണ്. അറിവ് ജനാധിപത്യ രീതിയിൽ പങ്കുവയ്ക്കുന്നതിനുള്ള ഗ്രൂപ്പ് സങ്കര ഗ്രൂപ്പാണ്. സഹകരണ ഗ്രൂപ്പ് കുട്ടികൾ ചെറിയ ഗ്രൂപ്പുകളായി പരസ്പരം സഹകരിച്ച് പഠനത്തിൽ ഏർപ്പെടുന്ന പ്രക്രിയയാണ് സഹകരണ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വ്യക്തിക്കും സംഘത്തിനും ഉയർന്ന തലത്തിലെത്താൻ കഴിയുന്നത് സഹകരണാത്മക പഠനത്തിലൂടെ. ഇനി മറ്റുള്ളവരെ കൂടി ശ്രദ്ധിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് സഹകരണാത്മക പഠനം. ബഹുമുഖ ബുദ്ധി വ്യക്തി വ്യത്യാസങ്ങൾ ആധാരമായ ജ്ഞാതൃശേഷിയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ബഹുമുഖങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത് ഗാർട്ട്നറാണ് ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത്. ബഹുമുഖ ബുദ്ധികൾ ഏതെല്ലാം? ഭാഷാപരമായ ബുദ്ധി, യുക്തിപരമായ ഗണിതപരവുമായിട്ടുള്ള ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, പ്രകൃതിപര ബുദ്ധി, അസ്തിത്വപര ബുദ്ധി. ഈ ബഹുമുഖമായിട്ടുള്ള ബുദ്ധിയുടെ വികാസത്തിന് ഭാഷാ പഠനം സഹായിക്കും. ബഹുമുഖ ബുദ്ധി പഠനത്തിൽ ശ്രവണം, ഭാഷണം, ലേഖനം, വായന തുടങ്ങിയ ഭാഷാശേഷികൾ പ്രകടമാക്കുന്ന ബുദ്ധിയാണ് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി. വിശകലന ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തുന്നതിലൂടെ കവിതയുടെ താളം കണ്ടെത്തുന്നതിലും കാണുന്ന ബുദ്ധിയാണ് യുക്തിചിന്താപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധി. കൈയെഴുത്ത് മാസിക, ചുമർചിത്രം, പത്രം തുടങ്ങിയവ തയ്യാറാക്കുമ്പോൾ വിന്യാസം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിൽ രചനാ പ്രവർത്തനങ്ങളിൽ തലക്കെട്ട് എഴുതുന്ന സ്ഥാനം നിശ്ചയിക്കുമ്പോൾ അക്ഷരവലിപ്പം നിശ്ചയിക്കുമ്പോൾ പ്രകടമാകുന്ന ബുദ്ധി ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. നാടകം, മൈമ്യം തുടങ്ങിയ അവതരിപ്പിക്കുമ്പോൾ പ്രകടമാകുന്ന ബുദ്ധിയാണ് ശാരീരിക ചലനപര ബുദ്ധി. കാവ്യാലാപനത്തിൽ, ആസ്വാദനത്തിൽ, കലാവതരണത്തിലും പ്രകടമാക്കുന്ന ബുദ്ധിയാണ് സംഗീതപരമായ ബുദ്ധി. സംഘപ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ സഹവർത്തിത പഠനത്തിലും സഹകരണാത്മക പഠനത്തിലും പരസ്പരം സഹായിക്കുമ്പോൾ പ്രകടമാക്കുന്ന ബുദ്ധിയാണ് വ്യക്തിയാന്തര ബുദ്ധി. സംഘപ്രവർത്തനങ്ങളിൽ സ്വന്തം നില തിരിച്ചറിയുമ്പോൾ പഠനം തന്നെ വിലയിരുത്താനാകുമ്പോൾ പ്രകടമാകുന്ന ബുദ്ധിയാണ് ആന്തര വൈയക്തിക ബുദ്ധി. മലയാളവും കേരള സംസ്കാരവും തൻ്റേതാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അവ സംരക്ഷിക്കപ്പെടുമ്പോൾ പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി. കഥയിലും കവിതയിലും വർണ്ണനകളിലും വരുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിൽ, ചിത്രരചനകൾ, നിറങ്ങൾ സ്വീകരിക്കുമ്പോൾ, ചെടികൾ നട്ടുവളർത്തുമ്പോൾ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ, അതിനുവേണ്ടി മുദ്രാഗീതങ്ങളും മുദ്രാവാക്യങ്ങളും രചിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബുദ്ധിയാണ് പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി. ഭാഷാധ്യാപനത്തിന്റെ ശരിയായ ക്രമം ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ശ്രവണം ചെയ്യുന്നു, ആദ്യം ശ്രവിക്കുന്നു, പിന്നെ ഭാഷണം ചെയ്യുന്നു, പിന്നെ വായിക്കുന്നു, പിന്നെയാണ് എഴുതുന്നത്. അപ്പോൾ ശ്രവണം, ഭാഷണം, വായന, ലേഖനം. യഥാർത്ഥ ഭാഷാരൂപം വായ്മൊഴിയാണ്. ഭാഷ സ്വാധീനിക്കുന്നത് വായ്മൊഴിയിൽ ശരിയായിട്ടുള്ള അഭ്യസനം നടത്തുന്നതാണ് വചനാഭ്യാസന രീതി. വായിക്കുവാനും എഴുതുവാനുമുള്ള പദസമ്പത്ത് വർദ്ധിപ്പിക്കുവാനും ശബ്ദങ്ങളുടെ പ്രയോഗത്തിന് പ്രാധാന്യം കൊടുക്കുവാനും സഹായിക്കുന്നത് ശബ്ദാവലി പോഷണമാണ്. ഭാഷയിൽ സ്വാധീനം ലഭിക്കാൻ വേണ്ടത് പദസമ്പത്താണ്. ചമത്കാര ഭംഗി സ്വയം കണ്ടെത്തി സാഹിത്യ സൃഷ്ടികൾ ആസ്വദിക്കുവാനും അതുവഴി മാനസിക സംസ്കാരം വളർത്തുവാനും കുട്ടികളെ പ്രാപ്തനാക്കുന്ന രീതിയാണ് ആസ്വാദന പാഠം. വ്യാകരണത്തിന്റെ സ്വാഭാവിക പഠനം. ഭാഷ വേണ്ട വിധത്തിൽ പ്രയോഗിക്കുമ്പോൾ വ്യാകരണ കാര്യങ്ങൾ തനിയെ പ്രാവർത്തികമാകും. വ്യാകരണ നിയമങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനേക്കാൾ പ്രായോഗിക വ്യാകരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. വ്യാകരണ പഠനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തെറ്റുകൂടാതെ ഭാഷ പ്രയോഗിക്കുവാനുള്ള കഴിവ് നേടുക. ആസൂത്രണം ഏതൊരു പ്രവർത്തന പദ്ധതിയുടെയും ലക്ഷ്യപ്രാപ്തി ശാസ്ത്രീയമായ ആസൂത്രണത്തെ ആശ്രയിച്ചിരിക്കുന്നു. കുട്ടികളുടെ പഠന നിലവാരം, പഠന പ്രക്രിയ, പഠനാന്തരീക്ഷം, പഠന നേട്ടങ്ങൾ, ലഭ്യമായ ബോധന സാമഗ്രികൾ തുടങ്ങിയവയിലെല്ലാം പരിഗണിച്ചുകൊണ്ട് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും ബോധനശാസ്ത്ര കാഴ്ചപ്പാടുകളുടെയും വെളിച്ചത്തിൽ അധ്യാപിക മുൻകൂട്ടി തയ്യാറാക്കുന്ന പ്രവർത്തന പരിപാടിയാണ് ആസൂത്രണം.
അധ്യാപകന്റെ ആസൂത്രണം. അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്തുന്ന തയ്യാറെടുപ്പാണ് ആസൂത്രണം. ആസൂത്രണം 3 വിധത്തിലുണ്ട്: വാർഷികാസൂത്രണം, യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്രാസൂത്രണം, ദൈനംദിന ആസൂത്രണം. ഒരു അധ്യയന വർഷത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണമാണ് വാർഷികാസൂത്രണം. ഓരോ ക്ലാസ്സിനു വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മാസൂത്രണമാണ് ദൈനംദിന ആസൂത്രണം. ഓരോ യൂണിറ്റിലെ പാഠങ്ങൾ, അവയുടെ വ്യവഹാര രൂപം, സാഹിത്യകാരന്മാർ കുട്ടിയിൽ ഉറപ്പിക്കേണ്ട ധാരണകൾ, ശേഷികൾ, മനോഭാവങ്ങൾ, അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ശ്രവണം, ഭാഷണം, വായനം, ലേഖനം, സർഗാത്മക രചന ഇവയ്ക്കുള്ള അവസരങ്ങൾ, പരിഗണിക്കേണ്ട ഭാഷാ വ്യവഹാര രൂപങ്ങൾ, അവ തിരിച്ചറിഞ്ഞ് പഠനത്തിന് സഹായകമാകുന്ന സാമഗ്രികൾ ഏതൊക്കെയെന്ന് സമഗ്രമായി കണ്ടെത്തുന്നതാണ് സമഗ്രാസൂത്രണം. സമഗ്രാസൂത്രണത്തെ അടിസ്ഥാനമാക്കി അതിനെ ക്രമാനുഗതമായി ഓരോ ദിവസവും ക്ലാസ്സിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനമാക്കി എഴുതുന്നതാണ് ദൈനംദിന ആസൂത്രണം. ദൈനംദിന ആസൂത്രണം രേഖപ്പെടുത്തി വയ്ക്കുന്നത് ടീച്ചിങ് മാനുവലിലാണ്. ടീച്ചിങ് മാനുവലിന്റെ ഇടതുവശത്ത് പ്രവർത്തനത്തിന്റെ ഘട്ടങ്ങൾ വിശദമാക്കി എഴുതാവുന്നതാണ് പ്രക്രിയ പേജ്. പഠന പ്രവർത്തനം ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നേരിടുന്ന പ്രശ്നങ്ങളെ കുട്ടികൾ സംബന്ധിച്ച് വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ, അധ്യാപികയുടെ കണ്ടെത്തലുകൾ, തിരിച്ചറിയലുകൾ, തുടർ പ്രവർത്തന സാധ്യതകൾ തുടങ്ങിയവ വലതുഭാഗത്ത് എഴുതി വെക്കുന്നതാണ് വിലയിരുത്തൽ പേജ്. വിലയിരുത്തലുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നത് പ്രതിഫലനാത്മക കുറിപ്പാണ്. അനുഭവങ്ങളുടെയും പങ്കുവയ്ക്കലിന്റെയും ഫലപ്രദമായ ആസൂത്രണത്തിന് അധ്യാപകൻ നിരന്തരമായി ലഭിക്കുന്ന വേദികളാണ് ക്ലസ്റ്റർ യോഗങ്ങൾ. വാർഷികാസൂത്രണം: ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കേണ്ട ഭാഗങ്ങൾ ഏതെല്ലാം എന്ന നിർദ്ദേശം അധ്യാപകന് ലഭിക്കുന്നു. ഈ പാഠങ്ങൾ നിശ്ചിത കാലപരിധിക്കുള്ളിൽ എപ്പോഴെങ്കിലും ഏതെല്ലാം ബോധനോദ്ദേശങ്ങളെ മുൻനിർത്തി ഏതെല്ലാം പഠനാനുഭവങ്ങൾ സംയോജിപ്പിച്ച് ഏതെല്ലാം പഠനോപകരണങ്ങളുടെ സഹായത്തോടെ പഠിപ്പിക്കാമെന്ന് സാമാന്യമായി പരിശോധിച്ച് തയ്യാറാക്കുന്ന പദ്ധതി വാർഷികാസൂത്രണം എന്ന് പറയാം. ഓരോ യൂണിറ്റും എത്ര പീരിയഡുകൾ കൊണ്ട് പഠിപ്പിച്ച് തീർക്കാമെന്ന് അധ്യാപകൻ മുൻകൂട്ടി തീരുമാനിക്കുന്നു. കൂടാതെ ഓരോ യൂണിറ്റിനും അവലംബിക്കേണ്ട വസ്തുതകളും അതിൽ ഉൾപ്പെടുന്നു. യൂണിറ്റ് ആസൂത്രണം: ഓരോ വിഷയത്തിൽ നിന്നും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെ ഏകകങ്ങളായി തിരിക്കാം. ഇന്നത്തെ ഭാഷാബോധനത്തിൽ 2 or 3 പരസ്പരം ബന്ധിതങ്ങളായിട്ടുള്ള പഠനങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഏകകം. പരസ്പര ബന്ധിതങ്ങളായ ആശയങ്ങൾ ചേരുന്ന സ്വയം നിലനിൽപ്പുള്ള ഒരു ഭാഗത്തെയാണ് ഏകകം എന്ന് പറയുന്നത്. പ്രത്യേക യൂണിറ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറെടുക്കുന്ന ബോധനാസൂത്രണ രീതിയാണ് ഏകകാസൂത്രണം. യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, ഉദ്ദേശങ്ങളും സ്പഷ്ടീകരണങ്ങളും, പാഠാപഗ്രഥനം, പഠനാനുഭവങ്ങൾ, മൂല്യനിർണ്ണയം. ഒരു യൂണിറ്റിൽ വിവിധ പഠന നേട്ടങ്ങൾ, പ്രവർത്തനങ്ങൾ പരസ്പര ബന്ധത്തോട് വിന്യസിച്ചിരിക്കുന്നതാണ് യൂണിറ്റ് തല ആസൂത്രണം. ദൈനംദിന ആസൂത്രണം: പഠനാസൂത്രണം എന്നാൽ അധ്യാപിക ക്ലാസ്സിൽ പ്രവർത്തികമാക്കുന്ന ഒരു ക്രിയാത്മക പദ്ധതിയാണ്. ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അധ്യാപികയുടെ മാനസികവും വൈകാരികവുമായ കാഴ്ചപ്പാടുകളാണ് പാഠാസൂത്രണം. വിലയിരുത്തൽ: പഠനത്തിനായുള്ള വിലയിരുത്തൽ തന്നെ പഠനത്തെ വിലയിരുത്തൽ. ക്ലാസ് മുറികളിൽ പഠനം നടക്കുമ്പോൾ അതിന്റെ ഫലപ്രാപ്തിക്കായിട്ട് വിലയിരുത്തൽ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലൂടെ അധ്യാപകന്റെ ഇടപെടൽ കുട്ടികളിൽ പഠനത്തെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. വിലയിരുത്തൽ അടിസ്ഥാന ഘടകങ്ങൾ: അധ്യാപകൻ നൽകുന്ന സഹായങ്ങൾ, ഫീഡ്ബാക്ക്. താൻ ചെയ്ത പ്രവർത്തനങ്ങളെ സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി തന്റെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുന്ന പ്രക്രിയയാണ് വിലയിരുത്തൽ തന്നെ പഠനം. ഇനി സ്വയം വിലയിരുത്തലിലൂടെ നടത്തുന്ന തിരുത്തൽ പ്രക്രിയ കൂടുതൽ എളുപ്പത്തിലുള്ള പഠനത്തിലേക്ക് നയിക്കുന്നു. ഒരു നിശ്ചിത കാലയളവിന് ശേഷം കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്നതിനും പഠന ബോധന പ്രക്രിയയിലൂടെ ഓരോ പഠിതാവിനും ഉണ്ടായ മാറ്റം, പഠന നിലവാരം എന്നിവ മനസ്സിലാക്കാനും സഹായിക്കുന്നത് പഠനത്തെ വിലയിരുത്തലാണ്. ഇനി പഠനത്തെ വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് ഉദാഹരണം ടേം വിലയിരുത്തലാണ് പഠനത്തെ വിലയിരുത്തൽ. ഇന്നത്തെ നിലയിലുള്ള വിലയിരുത്തൽ പ്രക്രിയ അറിയപ്പെടുന്നത് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ. നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണ്ണയം, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. മൂല്യനിർണ്ണയത്തിന്റെ ആധുനിക സങ്കല്പം നിരന്തരമായിട്ടുള്ള പ്രക്രിയയായി കണക്കാക്കുന്നത് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയമാണ്. ആധുനിക വിദ്യാഭ്യാസം നിർദ്ദേശിക്കുന്നത് എഴുത്തു പരീക്ഷകൾക്ക് പുറമെ പരീക്ഷണത്തിലൂടെ കുട്ടികൾക്ക് കഴിവുകൾ വിലയിരുത്തുക. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം നടത്തുന്നത് കുട്ടികളുടെ നാനാ മേഖലകളിലുള്ള കഴിവ് പരിഗണിക്കുന്നതിന്. കുട്ടികളുടെ പഠന പുരോഗതി നിർണ്ണയിക്കുന്നത് CEയുടെയും TEയുടെയും രേഖപ്പെടുത്തൽ. ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിൽ സ്കൂൾ തലത്തിൽ ഉപയോഗിച്ചു വരുന്ന വിലയിരുത്തൽ രീതിയാണ് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ. പഠന പ്രക്രിയയോടൊപ്പം നിർവഹിക്കുന്ന വിലയിരുത്തലാണ് നിരന്തര വിലയിരുത്തൽ. പഠന പ്രവർത്തനങ്ങളുടെ പൂർണ്ണതയോ പരിമിതിയോ എത്രമാത്രമെന്ന് സ്വയം തിരിച്ചറിയാവുന്നതിന് സഹായിക്കുന്ന വിലയിരുത്തലാണ് സ്വയം വിലയിരുത്തൽ. ഓരോ പഠിതാവിന്റെയും നേട്ടം തിരിച്ചറിയാൻ സഹപഠിതാവ് നടത്തുന്ന വിലയിരുത്തലാണ് പരസ്പര വിലയിരുത്തൽ. വ്യക്തിപരമായി ഓരോ പഠിതാവിനെയും നിരന്തരം വിലയിരുത്തുന്നത് വ്യക്തിഗത വിലയിരുത്തലാണ്. ചർച്ച, ഗ്രൂപ്പ് ചർച്ച, സെമിനാർ, പാനൽ ചർച്ച, പ്രോജക്റ്റ്, ഫീൽഡ് ട്രിപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് സംഘ വിലയിരുത്തലാണ്. പഠിതാവിന്റെ സർവോന്മുഖമായ വികാസങ്ങളിൽ വിലയിരുത്തൽ, സമഗ്ര വിലയിരുത്തൽ, വൈജ്ഞാനിക വികാസം, വൈകാരിക വികാസം, മാനസിക വികാസം. പഠിതാക്കളുടെ വികസനത്തെ 3 തലങ്ങളായിട്ട് ആധുനിക മൂല്യനിർണ്ണയ രീതി രേഖപ്പെടുത്താം. അക്കാദമിക നൈപുണികളുടെ വിലയിരുത്തൽ, അക്കാദമിക ബന്ധ ശേഷികളുടെ വിലയിരുത്തൽ, വൈയക്തികവും സാമൂഹികവുമായ സവിശേഷതകളുടെ വിലയിരുത്തൽ. ടേം വിലയിരുത്തൽ: ഓരോ വിഷയങ്ങൾക്കും ടേമിൽ പരിഗണിക്കപ്പെടുന്ന യൂണിറ്റുകളുടെ ഉള്ളടക്ക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലാണ് ടേം വിലയിരുത്തൽ.
പഠന നേട്ടങ്ങൾ ഊന്നൽ കൊടുക്കുന്ന തരത്തിൽ ആശയങ്ങളും ശേഷികളും വിലയിരുത്തുന്നതിന് ഉതകുന്ന ചോദ്യങ്ങൾ തയ്യാറാക്കി നടത്തുന്നതാണ് ടേം വിലയിരുത്തൽ. ടേം വിലയിരുത്തൽ ചോദ്യപേപ്പർ തയ്യാറാക്കേണ്ടത് ഓരോ യൂണിറ്റ് ആശയമേഖലകൾക്കും വിവിധ തലത്തിലുള്ള മാനസിക പ്രക്രിയകൾക്കും ശരിയായ വെയിറ്റേജ് നൽകിക്കൊണ്ട് വൈവിധ്യമാർന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി വേണം. ചോദ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സൂചകങ്ങൾ വികസിപ്പിക്കുകയും അവ അടിസ്ഥാനമാക്കി വിലയിരുത്തൽ നിർവചിക്കുകയും ചെയ്യുന്നതാണ് ടേം വിലയിരുത്തൽ. ഓരോ ചോദ്യത്തിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി പോയിന്റ് നൽകി പഠിതാവിന്റെ ഓവറോൾ ഗ്രേഡ് കണ്ടെത്തുന്നതാണ് ടേം വിലയിരുത്തലിലൂടെ. കുട്ടികളുടെ സ്കോറുമായി ബന്ധപ്പെട്ട സ്കോറുകൾക്കും എണ്ണങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന വിലയിരുത്തൽ രീതിയാണ് പരിമാണാത്മക വിലയിരുത്തൽ. സർവേ, ഇന്റർവ്യൂ, ചോദ്യാവലി. കുട്ടികളുടെ ശേഷികളെയും നൈപുണികളെയും ആഴത്തിൽ അളക്കാൻ സഹായിക്കുന്ന വിലയിരുത്തലാണ് ഗുണാത്മക വിലയിരുത്തൽ. നിരീക്ഷണം, ഡോക്യുമെന്റ് പരിശോധനകൾ, പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, പ്രകടന പരിശോധന. പഠിതാക്കളുടെ പഠനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ബാഹ്യ ഏജൻസി നടത്തുന്ന വിലയിരുത്തലാണ് ബാഹ്യ വിലയിരുത്തൽ. പൊതുപരീക്ഷകൾ. ഒരു യൂണിറ്റിലെ പഠിതാവിന്റെ പഠനത്തെ വിലയിരുത്തുന്നതിലൂടെ സമഗ്ര ബോധത്തെ വിലയിരുത്തുന്നത് യൂണിറ്റ് തല വിലയിരുത്തലാണ്. യൂണിറ്റ് വിലയിരുത്തലിന് പരിഗണിക്കാവുന്ന മേഖലകൾ വാചികമായ വിലയിരുത്തൽ, ക്വിസ് പ്രോഗ്രാം, ഓപ്പൺ ബുക്ക് വിലയിരുത്തൽ, ചോദ്യങ്ങൾ തയ്യാറാക്കലും ഉത്തരസൂചിക കണ്ടെത്തലും, പുതിയ രചനകൾ. നിശ്ചിത യൂണിറ്റിലെ പഠന നേട്ടങ്ങളുടെ കാര്യങ്ങൾ കുട്ടി എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത് യൂണിറ്റ് തല വിലയിരുത്തലാണ്. അപ്പോൾ വിലയിരുത്തലും മൂല്യനിർണ്ണയവും നോക്കാം. വിലയിരുത്തൽ പ്രവർത്തനത്തോടൊപ്പം നിരന്തരം നടക്കുന്നതാണ്. വിലയിരുത്തൽ പരിമാണാത്മകമാണ്. പഠനത്തിൽ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനാണ് വിലയിരുത്തൽ നടത്തുന്നത്. പഠിതാവിന്റെ പഠന പുരോഗതി രേഖപ്പെടുത്തുന്നതിന് പ്രധാനമായും അധ്യാപകയുടെ ടീച്ചിങ് മാനുവലിന്റെ പ്രതികരണ പേജിലാണ്. പ്രക്രിയയുടെ പ്രാധാന്യം സ്വയം മെച്ചപ്പെടലിന് സഹായിക്കുന്നു. ഇനി മൂല്യനിർണ്ണയമാണ്. ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞ് നടക്കുന്നതാണ്. മൂല്യനിർണ്ണയം ഗുണാത്മകമാണ്. പരിമാണാത്മകമാണ് വിലയിരുത്തലെങ്കിൽ മൂല്യനിർണ്ണയം ഗുണാത്മകമാണ്. പഠിതാവിന്റെ പഠന നേട്ടത്തിന്റെ നില എത്രത്തോളം എന്ന് നിർണ്ണയിക്കുന്നതിനാണ് മൂല്യനിർണ്ണയം. സ്ഥാനനിർണ്ണയത്തിന് ടേമിന്റെ അവസാനത്തിലോ യൂണിറ്റ് പാഠം കഴിയുമ്പോഴോ നടക്കുന്ന പരീക്ഷ മൂല്യനിർണ്ണയമാണ്. ക്ലാസ് കയറ്റത്തിനുള്ള അർഹത നിർണ്ണയിക്കുന്നതിന് മൂല്യനിർണ്ണയം. ഇനി ഗ്രേഡിംഗ് രീതിയാണ്. ഗ്രേഡിംഗ് എന്ന പദം ഉണ്ടായത് ഗ്രാൻഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഗ്രാഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഗ്രേഡിംഗ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഗ്രാഡസ് എന്ന വാക്കിനർത്ഥം പടി എന്നാണ്, സ്റ്റെപ്പ്. ഒരു സ്കോർ ഇടവേളയെ മൊത്തമായി സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് ഗ്രേഡ്. വിദ്യാർത്ഥികളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള സ്കോറിനെ മൊത്തത്തിൽ വിലയിരുത്തി അവയെ ഗ്രേഡുകളാക്കിയിട്ട് തിരിച്ച് പ്രത്യേക ചിഹ്നങ്ങൾ അനുവദിക്കുന്നതാണ് ഗ്രേഡിംഗ് സമ്പ്രദായം. പഠിതാക്കളുടെ പ്രകടന നിലവാരത്തെ അക്ഷര ഗ്രേഡുകൾ ഉപയോഗിച്ച് ഏതാനും വർഗ്ഗങ്ങളാക്കി തിരിക്കുന്ന വിലയിരുത്തൽ രീതിയാണ് ഗ്രേഡിംഗ് സമ്പ്രദായം. ഗ്രേഡിംഗിന്റെ പ്രാഥമിക ധർമ്മം സിദ്ധിയുടെ അളവ് വ്യക്തമാക്കുക. ഗ്രേഡിംഗ് സമ്പ്രദായം 2 തരത്തിൽ കണക്കാക്കാം: പ്രത്യക്ഷ ഗ്രേഡിംഗും സംഖ്യാധിഷ്ഠിത ഗ്രേഡിംഗും. പഠിതാവിന്റെ പഠന നേട്ടങ്ങൾ വിലയിരുത്തി നേരിട്ട് ലെറ്റർ ഗ്രേഡ് നൽകുന്ന രീതിയാണ് പ്രത്യക്ഷ ഗ്രേഡിംഗ്. ഉത്തര പേപ്പറുകളിൽ മാർക്കിന് പകരം ഗ്രേഡ് നൽകുന്ന രീതിയാണ് പ്രത്യക്ഷ ഗ്രേഡിംഗ്. സർവകലാശാല പോലെയുള്ള വിപുലമായ പരീക്ഷകൾക്ക് പ്രായോഗികമല്ലാത്ത ഗ്രേഡിംഗ് സമ്പ്രദായമാണ് പ്രത്യക്ഷ ഗ്രേഡിംഗ്. 3 പോയിന്റ്, 5 പോയിന്റ് സ്കെയിലുകളാണ് പ്രത്യക്ഷ ഗ്രേഡിംഗിൽ ഉപയോഗിക്കുന്നത്. പഠിതാവിന്റെ പഠന നേട്ടങ്ങൾ വിലയിരുത്തുമ്പോൾ ലഭിക്കുന്ന സ്കോറിനെ ലെറ്റർ ഗ്രേഡിലേക്ക് മാറ്റുന്ന രീതിയാണ് സംഖ്യാധിഷ്ഠിത ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. 5 പോയിന്റ്, 9 പോയിന്റ് സ്കെയിലുകളാണ് സംഖ്യാധിഷ്ഠിത ഗ്രേഡിംഗിൽ ഉപയോഗിക്കുന്നത്. സെക്കൻഡറി തലത്തിലെ ഗ്രേഡിംഗിന് പൊതുവായി ഉപയോഗിക്കുന്നത് 9 പോയിന്റ് ഗ്രേഡിംഗ് ആണ്. പോർട്ട്ഫോളിയോ പഠന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന കുട്ടിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി വിലയിരുത്തുന്നതാണ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്ന പ്രധാന രേഖകൾ നോട്ട്ബുക്ക്, മറ്റു രചനകൾ, മറ്റു പഠന തെളിവുകൾ, ചിത്രങ്ങൾ, രേഖകൾ തുടങ്ങിയവ. പഠന തെളിവുകൾ വിലയിരുത്തുന്നത് കുട്ടികൾ രൂപപ്പെടുത്തിയ സൂചകങ്ങൾ, സർഗാത്മക സൃഷ്ടികൾ, വർക്ക് ഷീറ്റുകൾ. പോർട്ട്ഫോളിയോയുടെ ധർമ്മം പഠനത്തെ സംബന്ധിച്ച് കുട്ടിക്കും രക്ഷിതാവിനും അധ്യാപകനും ഫീഡ്ബാക്ക് നൽകുക. പോർട്ട്ഫോളിയോ വിലയിരുത്തുന്ന സൂചകങ്ങൾ: ആശയവ്യക്തത, ധാരണകളുടെ സ്വാംശീകരണം, അനുയോജ്യമായ രൂപകൽപ്പന, പൂർണ്ണത, തനിമ. ഇനി അടുത്തത് പിസ ടെസ്റ്റ് ആണ് കേട്ടോ. പിസ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻറ് അസസ്മെന്റ് ആണ് പിസ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിവിധ വിഷയങ്ങളിലുള്ള അറിവും കഴിവും വിലയിരുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര മൂല്യനിർണ്ണയ പ്രോഗ്രാമാണ് പിസ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിസ ടെസ്റ്റ് ആരംഭിച്ചത് 2000-ലാണ്. പിസ ടെസ്റ്റ് നടത്തുന്നത് 3 വർഷം കൂടുമ്പോഴാണ്. പിസ ടെസ്റ്റിലൂടെ കുട്ടിയുടെ കഴിവിനെ വിലയിരുത്തുന്ന 3 വിഷയങ്ങളുണ്ട്: വായന, ഗണിതം, ശാസ്ത്രം. ഏതൊക്കെയാണ്? 3 വിഷയങ്ങളാണ്: വായന, ഗണിതം, ശാസ്ത്രം. വായനയും ഗണിതവും ശാസ്ത്രവുമാണ്. വ്യാവസായിക രാജ്യങ്ങളുടെ അന്തർ സർക്കാർ സ്ഥാപനമായ OECD ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോ ഓപ്പറേഷൻ ഡെവലപ്മെന്റിന്റെ കീഴിലാണ് പിസ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വിലയിരുത്തൽ സമീപനം: പഠന നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകുന്ന സമീപനം. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ. അതിൽ വൈജ്ഞാനിക മേഖലയും സാമൂഹിക വൈകാരികതയുണ്ട്. വൈജ്ഞാനിക മേഖലയിൽ നിരന്തര വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ. നിരന്തര വിലയിരുത്തലിൽ പഠന പ്രക്രിയ വിലയിരുത്തൽ, പോർട്ട്ഫോളിയോ. ടേം വിലയിരുത്തൽ ആശയങ്ങൾ, പ്രക്രിയകൾ. ഇനി സാമൂഹിക വൈകാരികതയാണ്. ആശയവിനിമയ ശേഷി, വ്യക്തിയാന്തര നൈപുണി, സഹഭാവം, വികാരങ്ങളുമായുള്ള പൊരുത്തപ്പെടൽ, മാനസിക സമ്മർദ്ദങ്ങളുടെ പൊരുത്തപ്പെടൽ, പ്രശ്നപരിഹരണ ശേഷി, തീരുമാനമെടുക്കൽ,
വിമർശനാത്മക ചിന്ത, സർഗാത്മക ശേഷി, സ്വയാവബോധം തുടങ്ങിയവയാണ്. ഇനി കുറച്ച് SCERT ക്വസ്റ്റ്യൻ പൂൾസ് ആണ് നോക്കാം. അടിവരയിട്ട പദങ്ങൾക്ക് സന്ദർഭമനുസരിച്ച് വരുന്ന അർത്ഥതലങ്ങൾ എഴുതുക. നൂലുകോർത്ത് കുഴിഞ്ഞുപോയ കണ്ണുകൾ, മരം വീണ് കുഴിഞ്ഞുപോയ നിലം. അപ്പം ആദ്യത്തെ വാക്യത്തിൽ ദുഃഖത്തിൽ ആണ്ടുപോയ എന്നും രണ്ടാമത്തെ വാക്യത്തിൽ നിലം താഴ്ന്ന് കുഴിയായി എന്നും അർത്ഥമുണ്ട്. ഇനി തല വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം കണ്ടെത്തുക. ചെന്നുപെട്ട കുഴപ്പത്തിൽ നിന്നും രക്ഷപ്പെടുക. മാർക്കോസ് പിടിക്കുന്ന ഭാഗത്തിന്റെ എതിരു പിടിക്കുക എന്നത് മത്തായിയുടെ വ്രതമായി. അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എഴുതുക. എതിർക്കുക എന്നതാണ് എതിർക്കുക. ഞാൻ എൻ്റെ പാട്ടിന് പോയി, ഞാൻ പാട്ടിന് താളം പിടിച്ചു. ആദ്യ വാക്യത്തിൽ തൻ്റെ വഴിക്ക് പോയി എന്നർത്ഥം, രണ്ടാമത്തേതിൽ പാട്ടിന് താളം പിടിച്ചു എന്നർത്ഥത്തെ സൂചിപ്പിക്കുന്നു. അല്ല, നീ പലിശയും അടച്ചിട്ടില്ലാലോടാ, ഇതെന്താ കഥ? ഞാൻ കുറച്ചുകൂടി കാക്കും, പിന്നെ റേഡിയോയാണോ സിനിമയാണോ എന്നൊന്നും നോക്കില്ല, അങ്ങട് കിട്ടിയ കാശിന് വിൽക്കും. അതാ ഇവിടത്തെ ഒരു രീതി. ചെമ്പുമത്തായിയുടെ സ്വഭാവമായി യോജിക്കുന്ന പഴഞ്ചൊല്ലേത്? അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. താഴ്മത അഭ്യുന്നത എന്ന ആശയത്തിന് യോജിക്കുന്ന ചൊല്ല് താണനിലത്തെ നീരോടു. താഴ്മത അഭ്യുന്നതി, താണനിലത്തെ നീരോടു. സൂക്ഷിക്കാൻ പറയുന്നതാണ് പൂവാലി കുന്നുകയറുമ്പോൾ ഉൾക്കണ്ണും തുറന്നു വയ്ക്കണം. സൂക്ഷിക്കാൻ പറയുന്നതാണ് പൂവാലി കുന്നുകയറുമ്പോൾ ഉൾക്കണ്ണും തുറന്നു വയ്ക്കണം. അടിവരയിട്ട പ്രയോഗം അർത്ഥമാക്കുന്നത് ജാഗ്രത വേണം എന്നതാണ്. കുട്ടികൾ വളരുന്നത് വർണ്ണത്തിളപ്പിന്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കും. അടിവരയിട്ട പ്രയോഗം അർത്ഥമാക്കുന്നത് പ്രലോഭിപ്പിക്കുന്ന ലോകം എന്നതാണ്. ഓണം കേറാമൂല എന്ന ശൈലി സൂചിപ്പിക്കുന്നത് പരിഷ്കാരങ്ങൾ എത്താത്തിടം. ചാമുണ്ടിക്കാവിന്റെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന കുങ്കുമം ഈ വിനോദവേളയ്ക്ക് കളിവിളക്കു നാട്ടലാണ്. കളിവിളക്കു നാട്ടുക എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് കളിവിളക്കു നാട്ടൽ ഒരു കലയുടെ ആരംഭത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. കളിവിളക്ക് എങ്ങനെയാണോ അരങ്ങിനെ പ്രകാശിപ്പിക്കുന്നത് അതുപോലെ പൂക്കൾ തനിക്കു ചുറ്റുമുള്ള പ്രകൃതിയെ മനോഹരമാക്കുന്നു. വാക്യസന്ദർഭം എഴുതുക. അമ്മ വിളക്ക് ഊതിക്കെടുത്തി അമ്മയുടെ മരണത്തെ സൂചിപ്പിക്കുന്നു. അമ്മ വിളക്ക് ഊതിക്കെടുത്തി അമ്മ വിളക്ക് അണക്കുന്നു. വാക്യസന്ദർഭം എഴുതുക. അമ്മയുടെ മനസ്സും മുഖവും പൂത്തുലഞ്ഞു. അമ്മയുടെ സന്തോഷം വ്യക്തമാക്കുന്നു. വസന്തകാലമായപ്പോൾ പ്രകൃതി പൂത്തുലഞ്ഞു. വസന്തകാലമായപ്പോൾ പൂക്കളുണ്ടായി എന്ന് സൂചിപ്പിക്കുന്നു. ജലോപരിതലം ജലത്തിന്റെ ഉപരിതലം. മഴ പെയ്ത്ത് മഴയുടെ പെയ്ത്ത്. ജയാപജയങ്ങൾ ജയവും അപജയവും. നകുല സഹദേവന്മാർ. നകുലനും സഹദേവനും. മനധാര് മനമാകുന്നതാര്. രാജകൽപ്പന രാജാവിന്റെ കൽപ്പന. നിശ്ചലാവസ്ഥ നിശ്ചലമായ അവസ്ഥ. മന്ത്രതന്ത്രങ്ങൾ മന്ത്രങ്ങളും തന്ത്രങ്ങളും. ആകാശത്താമര ആകാംക്ഷയാകുന്ന താമര. വേദശാസ്ത്രങ്ങൾ വേദവും ശാസ്ത്രവും. കാനന നിഗൂഢതകൾ കാനനത്തിലെ നിഗൂഢതകൾ. ആണ്ടറുതികൾ ആണ്ടും അറുതിയും. ജാതകം നോക്കിയിട്ട് അവൻ പറഞ്ഞിടുന്ന കൈതവം കേട്ടാൽ കൊടുക്കും പല വസ്തു. അടിവരയിട്ട പദത്തിന് സമാന അർത്ഥം വരുന്ന പദം കള്ളം എന്നാണ്. കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം എന്നാണ് അർത്ഥം. ചുണ്ടപ്പൂവിലെ ഷോണിമ പുരണ്ട കണ്ണുകൾ. നാളത്തിൽ ഉരുകി. അടിവരയിട്ട പദത്തിന്റെ അർത്ഥം ചുവപ്പ്. ഷോണിമ ചുവപ്പ്. കൈതവം കള്ളം. 3 മക്കളുള്ള ഭാരം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് മൂത്തവനെ ഹോസ്റ്റലിൽ ചേർക്കാൻ തീരുമാനിച്ചത്. ഭാരം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ചെലവ് വഹിക്കാൻ കഴിയാത്തത് കൊണ്ട്. പുസ്തകമന്യേ പുണ്യാധ്യാപനം നടത്തുന്നവൻ. ഈ ആശയത്തോട് ഏറ്റവും യോജിക്കുന്നത് ഏത്? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അതേ സമയം അതിൽ നിന്നും കണ്ണു പറിക്കാൻ അത് നമ്മെ അനുവദിക്കുകയില്ല. കണ്ണു പറിക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് നോട്ടം പിൻവലിക്കുക. അപ്പോഴാണ് കാളിയപ്പൻ ഒരു കുറുക്കുവഴിയിലൂടെ പ്രധാന നിരത്തിലെത്തിയത്. കുറുക്കുവഴി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എളുപ്പവഴി എന്നതാണ്. അമ്മമ്മയുടെ ദുഃഖം ഏറ്റവും തീവ്രമായി അനുഭവപ്പെടുന്ന പ്രയോഗം തേവി വറ്റിപ്പോയ കിണർ. ഇനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർപ്പുത്തു നിൽപ്പു. പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണ് പോലും. ഈ കഥാപാത്രത്തിന്റെ വരികൾ ചന്ദ്രികയാണ് കേട്ടോ. ചന്ദ്രിക പറയുന്നതാണ്. ഇനി അടുത്തത് കാക്കനാടൻ എന്ന തൂലികാ നാമമാണ്. ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ. താഴെ നൽകിയിരിക്കുന്ന മധ്യമ പുരുഷനുദാഹരണം നിന്റെ എന്നതാണ്. ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ. കണ്ണുനീർ എന്ന് പറയുന്നത് ലോചം എന്നതാണ്. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവില്ല. വരികൾ ആരുടേതാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെതാണ്. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവില്ല. ജി ശങ്കരക്കുറുപ്പ്. നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് തോറ്റം പാട്ട്. അടുത്തത് വെള്ളായി അപ്പൻ മലയാളത്തിലെ അനശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ്. ഏത് കഥയിലെ കഥാപാത്രമാണ് വെള്ളായി അപ്പൻ? കടൽ തീരത്ത്. താഴെ തന്നിരിക്കുന്ന ഉചിതമായ ക്രമീകരിച്ചിരിക്കുന്നവ ഏതാണ്? അപ്പോൾ നമുക്ക് ഉചിതമായിട്ടൊന്ന് ക്രമീകരിച്ചിട്ട് വായിക്കാം. 1 ബി ആണ്, നിർമാല്യം എം ടി ആണ്. 2 ഡി ആണ്, ചെമ്മീൻ തകഴിയാണ്.
ഇനി 3A ആണ് കാഞ്ചനസീത CN ശ്രീകണ്ഠൻ നായരാണ്. കാഞ്ചനസീത CN ശ്രീകണ്ഠൻ നായർ. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും സക്കറിയയുടേതാണ്. പ്രകൃതി വിലാസം എന്നത് ഘടകങ്ങളാക്കുമ്പോൾ പ്രകൃതിയുടെ വിലാസം. ശരിയായ വാക്യം ഏതെന്നാണ്. അപ്പോൾ തന്നിട്ടുള്ളതിൽ ശരിയായ വാക്യം മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചുകൊടുത്തു. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത്? എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കുവാൻ അയാൾ ശ്രദ്ധിച്ചു. അപ്പം എല്ലാ മാസം തോറും എന്ന് വേണ്ട, എല്ലാ മാസവും എന്ന് മതിയില്ലേ. ഇനി ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് എന്നാണ്. അത് ഗ്രാഫുകളാണ്. കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ്? നിരന്തര വിലയിരുത്തലാണ്. വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനത്തെ ഉദ്ഗ്രഥിത സമീപനം എന്നാണ് പറയുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏതാണെന്നാണ്. അത് കേമത്തമാണ്. കേമത്തം. ദൈനംദിനാസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകൻ രേഖപ്പെടുത്തുന്നത് ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകളാണ്. പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് അധ്യാപക കേന്ദ്രീകൃതമാണ്. മനുഷ്യ മനസ്സിന്റെ ജന്മസിദ്ധമായ സർവ്വഭാഷാ വ്യാകരണം ഉണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് നോം ചോംസ്കിയാണ്. പ്രീ സ്കൂൾ കുട്ടികളുടെ വിലയിരുത്തൽ പ്രക്രിയ പൂർത്തിയാക്കുന്നതിനായിട്ട് അധ്യാപിക പരിഗണിക്കാത്തത് ഏത് എന്നാണ്. അത് പരീക്ഷയിലെ മാർക്കിനെ അടിസ്ഥാനമാക്കി. പഠന നേട്ടം സവിശേഷത അല്ലാത്തത് ഹ്രസ്വമോ ദീർഘമോ ആയ കാലയളവിൽ നേടാൻ കഴിയാത്തത്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രസ്താവനകളാണ് വിലയിരുത്തുക. അപ്പോൾ അതിൽ 1, 3, 1, 2, 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. വായന, ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് പിസ പരീക്ഷയിലൂടെ കുട്ടിയുടെ കഴിവ് വിലയിരുത്തുന്നത്. 2000 ആരംഭിച്ച പിസ പരീക്ഷ 3 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. ഇത്രയുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കി വെച്ചാൽ മതി. അപ്പോൾ താങ്ക് യു ഓൾ.